നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചില ഉദ്യോഗസ്ഥർ മാസവേതനം ലക്ഷ്യം വെച്ച് കൈക്കൊണ്ട നടപടികളാണ് മണൽവാരൽ നിരോധനത്തിന് പിന്നിലെന്ന് STU ദേശീയ സെക്രട്ടറി A. അബ്ദുറഹിമാൻ. പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി BJP. പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. സംസ്ഥാനത്ത് വിലക്കയറ്റം യാഥാർത്ഥ്യമാണെന്ന് CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ LDF ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കുരുക്കഴിയാതെ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് BJP പ്രവർത്തകർ വീണ്ടും ഉപരോധിച്ചു. ഗോവൻ നിർമ്മിത മദ്യവുമായി തളങ്കര സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് 500 കുപ്പികളിലായി സൂക്ഷിച്ച 85 ലിറ്റർ ഗോവൻ മദ്യം. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വിവിധ മഹായാഗങ്ങൾക്ക് ഫെബ്രുവരി 26 മുതൽ തുടക്കമാകും. ഫെബ്രുവരി 28 വരെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. ചില ഉദ്യോഗസ്ഥർ മാസവേതനം ലക്ഷ്യം വെച്ച് കൈക്കൊണ്ട നടപടികളാണ് മണൽവാരൽ നിരോധനത്തിന് പിന്നിലെന്ന് STU ദേശീയ സെക്രട്ടറി A. അബ്ദുറഹിമാൻ. ചില റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസിൽ ചിലരും പരിസ്ഥിതിവാദികളും ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മണൽവാരൽ നിരോധനം പിൻവലിക്കുക, ക്ഷേമനിധി ബോർഡുകൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ STU ദേശീയ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നിയമ നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രകൃതി സംരക്ഷണവാദികളും അതുപോലെ തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാരും, അത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ശരി, അവർക്കൊക്കെ ദിവസമാസ വേതനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ മണൽ നിരോധിക്കുന്നത് അത്യാവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ജില്ലയിലെ പ്രത്യേകിച്ചും കാസർഗോഡ് താലൂക്ക് പോലുള്ള മേഖലകളിലൊക്കെ ഈ മണൽവാരൽ നിരോധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. BP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പുഴകളിൽ നിന്നുള്ള മണൽവാരൽ നിരോധിച്ചതിനാൽ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. ഇതുമൂലം ഈ മേഖലയിലുള്ള നിരവധി തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. അനുകൂല തീരുമാനം ഉണ്ടാകാത്ത പക്ഷം സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരം തുടരാനാണ് ഇവരുടെ നീക്കം. ധർണയിൽ STU ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് അഷ്റഫ്, K. അബ്ദുള്ള കുഞ്ഞി, അബ്ദുറഹ്മാൻ ബന്ദിയോട്, മൊയ്തീൻ കൊല്ലമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ A. അഹമ്മദ് ഹാജി, BK അബ്ദുസമദ്, മമ്മുചാല, ഷംസുദ്ദീൻ IT, മാഹിൻ മുണ്ടക്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു. പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇഴയുന്നുവെന്ന് ആരോപണം. കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 13-നാണ് പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകിയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് വ്യാപകമായുള്ള ആരോപണം. നാളിതുവരെയായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് BJP കുടുംബത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ദേവകിയുടെ കുടുംബത്തിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് അറിയിച്ചു. പോലീസിന് ഈ ടീം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം എവിടെയും എത്തില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് കഴിഞ്ഞ ദിവസം DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ ഒരു പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഒരുപക്ഷെ ഈ അന്വേഷണം ഈ രീതിയിലാണ് പോകുന്നത്, ഒരു മാറ്റവും വരുന്നില്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങും. അതിന് പൊതുസമൂഹത്തിന് മുഴുവൻ പിന്തുണയും ഉണ്ടാകും എന്ന് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊലപാതകം നടന്നിട്ട് ദിവസങ്ങളായിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലെന്നാണ് നാട്ടുകാരുടെയും ആരോപണം. ഈ വേളയിലാണ് പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയേക്ക് BJP തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, KC വിജയൻ, K. രാമകൃഷ്ണൻ, K. ശ്രീധർ, K. നാരായണൻ, രാജൻ,
നഞ്ചിൽ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് വിലക്കയറ്റം യാഥാർത്ഥ്യമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മഞ്ചേശ്വരത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനായി കാസർഗോഡ് എത്തിയതായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരത്തെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായി കാസർഗോഡ് എത്തിയതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടണമെന്നും നടപടി ഉണ്ടാകണമെന്നും CPIയും CPMും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ LDF എന്ന ഒന്നിൽ എത്തിച്ചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പൊളിറ്റിക്കൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് ചില പ്രശ്നങ്ങളോടുള്ള സമീപനത്തിലുള്ള വ്യത്യസ്ത സമീപനങ്ങളാണ്. അത് ഞങ്ങൾക്ക് പറയാനുള്ള CPMന് ആ വ്യത്യസ്തതയുണ്ടെങ്കിൽ പറയാനും CPIക്ക് പറയാനുമുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. കാരണം ഞങ്ങൾ ഒരു മിനിമം ഒരു മാനിഫെസ്റ്റോയിലാണ് ഞങ്ങൾ യോജിച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാം രണ്ട് പാർട്ടികളാണ്. അപ്പോൾ CPI പറയുന്നതെല്ലാം CPM അംഗീകരിച്ചുകൊള്ളണമെന്നോ CPM പറയുന്നതെല്ലാം CPI അംഗീകരിച്ചുകൊള്ളണമെന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം, അവർക്ക് അവരുടെ അഭിപ്രായം, ഞങ്ങൾ രണ്ടും കൂടെ യോജിക്കുന്ന മീറ്റിംഗ് പോയിന്റിലാണ് LDF ഉള്ളത്. വിവാദ വിഷയമായ നടിയെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. നടിയെ തട്ടിക്കൊണ്ടുപോയത് 3 പേർ മാത്രമാണെന്ന് വിശ്വസിക്കാനാകില്ലെന്നും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തർക്കങ്ങളല്ല അതിൽ കൂടി വരുന്ന ഒരു ഒരു അധികാരവും ഒരു ഗർവവും ഒക്കെ ഉണ്ടല്ലോ. അതായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്താലും ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അതിലുണ്ടാവാം. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും 2-3 ഡ്രൈവർമാർ മാത്രം ചെയ്തതാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതാണ് ഗവൺമെൻറ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് നഗരസഭ അഴിമതി വിഷയത്തിൽ വീണ്ടും ഉപരോധം. നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസാണ് BJP പ്രവർത്തകർ ഉപരോധിച്ചത്. നഗരസഭ അഴിമതിക്കെതിരെ BJP 2 മാസമായി ഉപരോധമുൾപ്പെടെ നിരവധി സമരങ്ങൾ നടത്തുകയാണ്. സംഭവത്തിൽ അധികൃതർ പ്രകടിപ്പിക്കുന്ന നിസ്സംഗത അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്ന ആക്ഷേപവും രൂക്ഷമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭവന പദ്ധതിയുടെ പേരിൽ ലളിത എന്ന ഗൃഹനാഥയ്ക്ക് പണം നൽകാതെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി നാട്ടുകാരും മുനിസിപ്പൽ ഓഫീസിലെത്തിയത്. അഴിമതി ആരോപണ വിധേയയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈമുന്യസിയെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നും അതിന് തയ്യാറാവാത്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെച്ച് അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രക്ഷോഭം നടത്തിയത്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഫെബ്രുവരി 26 മുതൽ 28 വരെ വിവിധ മഹായാഗങ്ങൾ നടക്കും. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലാണ് ഫെബ്രുവരി 26 മുതൽ 28 വരെ വിവിധ മഹായാഗങ്ങൾ നടക്കുന്നത്. വിവിധ ദിവസങ്ങളിലായി മഹാരുദ്രയാഗം, ലക്ഷാർച്ചന, സഹസ്രനാളികേര മഹായാഗം, സാർവജനിക സത്യവിനായക പൂജ തുടങ്ങി പൂജാകർമ്മങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ റിനോവേഷൻ കമ്മിറ്റിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന ഉദ്ദേശത്തിൽ മധൂർ ഭക്തജന സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26, 27, 28 എന്നീ തീയതികളിൽ മഹാരുദ്രയാഗവും ലക്ഷാർച്ചനയും ഭജനാ സങ്കീർത്തനവും 1008 കായയുടെ ഗണപതി ഹോമവും സത്യവിനായക പൂജയും നടത്തപ്പെടുന്നു. ഇതിൻ്റെ മൂല ഉദ്ദേശം ഇനി ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞപാട്, ഏപ്രിൽ മാസം കഴിഞ്ഞപാട് ആ ഗർഭഗൃഹത്തിൻ്റെ ജീർണോദ്ധാര കാര്യങ്ങൾ നടക്കുന്നു. അതിന് പൂർണ്ണമായിട്ട് ഭക്തജനങ്ങൾ വന്ന് ചേരാനുള്ള ഒരു വേദി നിർമ്മിക്കുകയും ഭക്തസമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ സഹകരണത്തിന് ഒരു ജാഗ്രത ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന് വേണ്ടതായ ഒരു ആർത്ഥിക നിധി സംഗ്രഹിക്കുന്ന ഉദ്ദേശവും പൂർണ്ണമായിട്ടുള്ള പ്രചാരത്തിൻ്റെ ഉദ്ദേശത്തിൽ ഈ പരിപാടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രവീശ തന്ത്രി കുണ്ടാർ, പ്രഭാശങ്കർ, താരാനാഥ് മധൂർ, ഉമേഷ് നായക്, അപ്പയ നായക്, MR യോഗീഷ്, സന്തോഷ് K ഗട്ടി, ശോഭ ഗട്ടി, രതൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗോവൻ നിർമ്മിത മദ്യവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പ്രതിയുടെ വീട്ടിൽ നിന്നും 500 കുപ്പി മദ്യം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. തളങ്കര കൊപ്പൽ കോളനി താമസിക്കുന്ന രമേശൻ എന്ന കീരി രമേശനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്.
രമേശന്റെ വീട്ടിൽ നിന്നും അടുക്കളയിൽ സൂക്ഷിച്ച 500 കുപ്പി ഗോവൻ നിർമ്മിത മദ്യം പിടിച്ചെടുത്തു. ഗോവയിൽ മാത്രം വിൽപ്പനാനുമതിയുള്ള മദ്യം വിവിധ കുപ്പികളിലായി 85 ലിറ്ററോളമാണ് പിടിച്ചെടുത്തത്. ഇന്ന് രാവിലെ തളങ്കര കൊപ്പൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് 10 കേസുകളിലായി 85 ലിറ്ററോളം മദ്യം പിടികൂടിയിട്ടുള്ളത്. ഉദ്ദേശം 500 കുപ്പി മദ്യമാണ് ഇതിലുള്ളത്. ഇത് ഗോവ സംസ്ഥാനത്ത് മാത്രം വിൽപ്പനാനുമതിയുള്ള മദ്യമാണ്. ഇതിന് ഗോവയിൽ 21 രൂപ മാത്രമാണ് വിലയുള്ളത്. ഇത് ഇവിടെ ഈ പ്രതി കീരി വാസവൻ എന്ന ആൾ 100 രൂപ വിലയ്ക്കാണ് വിൽപ്പന നടത്തി വരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എ ജിജി പോളിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കാസർഗോഡ് ടൗൺ, തളങ്കര, കറന്തക്കാട് മേഖലകളിൽ എക്സൈസ് സംഘം വ്യാപക പരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി അഷറഫ്, എം സുകുമാരൻ നമ്പ്യാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. 1000 കയ്യെഴുത്ത് മാസികകളുമായി കുഞ്ഞു പ്രതിഭകൾ വിസ്മയമൊരുക്കി. ഒവിക്കാനം AUP സ്കൂളിൽ നടന്ന ഇംഗ്ലീഷ് ഫെസ്റ്റിലാണ് കുട്ടികൾ വേറിട്ട കാഴ്ചയൊരുക്കിയത്. രാവിലെ നടന്ന അസംബ്ലിയിൽ കുട്ടികളുടെ 1000 കയ്യെഴുത്തു മാസിക പ്രദർശിപ്പിച്ചു. We shall live in peace. We shall live in peace. We shall live in peace someday. Now our aim is to have 1,000 magazines. Now for about 700 magazines are with us. ഗീതാ ഗോപാലൻ, ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, പ്രഭാകരൻ, ഭാസ്കരൻ, വീണ, രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. GLP സ്കൂൾ തളങ്കര പടിഞ്ഞാറിൽ ശനിയാഴ്ച നടക്കുന്ന വിദ്യാലയ വികസന സെമിനാറിന് മുന്നോടിയായി തളങ്കരയിൽ വിളംബര ജാഥ നടത്തി. ശനിയാഴ്ച നടക്കുന്ന വിദ്യാലയ വികസന സെമിനാറും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ശ്രീ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് വിദ്യാലയ വികസന സെമിനാർ സംഘടിപ്പിക്കുന്നത്. പൂർവ്വകാല വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും ഗുരുവന്ദനം എന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. പൂർവ്വ വിദ്യാർത്ഥികൾ വലിയ ക്യാൻവാസിൽ സ്വന്തം പേരും പഠിച്ച വർഷവും ഒപ്പം ചേർക്കുന്നതോടെയാണ് പരിപാടി നടക്കുക. ഇതിന്റെ പ്രചരണാർത്ഥമാണ് തളങ്കരയിൽ വിളംബര ജാഥ നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് തുടങ്ങിയ ജാഥയ്ക്ക് മുത്തുക്കുടകളും ബാൻഡ് മേളവും കൊഴുപ്പ് പകർന്നു. ഹെഡ്മിസ്ട്രസ് ശ്രീമതി പുഷ്പാവതി, PTA വൈസ് പ്രസിഡന്റ് PV മുഹമ്മദ്, ഫൈസൽ തളങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാഥയിൽ 100 കണക്കിന് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. KCN ന്യൂസ് സബ് എഡിറ്റർ ഷേണി വേണുഗോപാല ഭട്ടിന്റെ മാതാവും റിട്ടയർഡ് അധ്യാപികയുമായ M ഇന്ദിര അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്. യക്ഷഗാന കുലപതി ഡോക്ടർ ഷേണി ഗോപാലകൃഷ്ണ ഭട്ടിന്റെ മകൻ പരേതനായ ഹരിദാസ് ഷേണി നാരായണ ഭട്ടിന്റെ ഭാര്യയും KCN ന്യൂസ് സബ് എഡിറ്റർ ഷേണി വേണുഗോപാല ഭട്ടിന്റെ മാതാവുമായ M ഇന്ദിരയാണ് അന്തരിച്ചത്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നുള്ളിപ്പാടി ഗവൺമെന്റ് UP സ്കൂൾ, നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് സ്കൂൾ തുടങ്ങിയവയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്നു. കാസർഗോഡ് ഷേണിരംഗ ജംഗമ ട്രസ്റ്റ്, ഗുബിമനെ ട്രസ്റ്റ് എന്നിവയുടെയും മുഖ്യ രക്ഷാധികാരിയായും പ്രവർത്തിച്ചു. 2009 അധ്യാപക മേഖലയിൽ നിന്നും വിരമിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഖാദി തൊഴിലാളികൾ സമരം തുടങ്ങി. ഖാദി ലേബർ യൂണിയൻ INTUC നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, വേതനം വിതരണം ചെയ്യുക, ESI എല്ലാ തൊഴിലാളികൾക്കും വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഖാദി ലേബർ യൂണിയൻ INTUC നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണാ സമരം INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ സംഘടന, ബാലകൃഷ്ണൻ മാസ്റ്ററുടെ സംഘടന, ആ സംഘടനയും സമരത്തിലാണ്. ആടിനെ പട്ടിയാക്കുന്ന സമരമുറയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ച് പിന്നെയും നായി മുന്നോട്ട് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ജനങ്ങളെ വോട്ട് ചെയ്തവർ അധികാരത്തിൽ വന്നു. നമ്മളെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ സമരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ന്യായം വേണ്ടേ? നമ്മൾ ന്യായമായി വളരെ കാലമായി ഉന്നയിച്ച ആവശ്യങ്ങൾ മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നിരന്തരമായി സമരം നടത്തിയവർ അവർ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും സമരവുമായി വരുന്നു എന്ന് പറയുന്നത് നമ്മളെ കബളിപ്പിക്കാനാണ്. അഡ്വക്കേറ്റ് TK സുധാകരൻ അധ്യക്ഷനായി. VN എരിപുരം, N ഗംഗാധരൻ, AV ഗിരീശൻ മാസ്റ്റർ, EM പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന്
കെ ജാനകി, വി വി കൈരളി, എം യശോദ, കമലാക്ഷി ബളാൽ, എം മാധവി തുടങ്ങിയവർ നേതൃത്വമേകി. ഖാദി മേഖലയിൽ പുതിയ തൊഴിലവസരം ലക്ഷ്യമാക്കി ചെറുവത്തൂരിൽ ഖാദി നെയ്ത്ത് കേന്ദ്രം തുടങ്ങി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിലാണ് നെയ്ത്ത് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചെറുവത്തൂരിൽ പുതുതായി ആരംഭിച്ച നെയ്ത്തു കേന്ദ്രം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കൊണ്ട് 10,000 പേർക്ക് ഖാദി മേഖലയിൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ചെറുവത്തൂരിൽ ഖാദി നെയ്ത്തു കേന്ദ്രം അനുവദിച്ചിരിക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പാവെന്ന് പറയുന്നത് നാമമാത്രമായ വേതനം കിട്ടുന്നത് അത് രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണി വരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ്. മറ്റു പലരും ചെയ്യാത്ത പോലെ കഠിനമായ ജോലി ചെയ്തിട്ടാണ് അല്ലേ? നിങ്ങൾ കൈയൊക്കെ നീളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് രാവിലെ വന്നിട്ട് തിരിക്കാൻ തുടങ്ങിയില്ലേ വലത്തേക്ക് തിരിച്ച് ഇതിന്റെ വേദന വലത്തേക്ക് വേദന വരുമ്പോൾ പിന്നെ ഏതിനെ കൊണ്ട് തുടങ്ങും? ഇടത്തേ കൈ കൊണ്ട് തുടങ്ങും. അതും ഒരു വഴിക്ക് എത്തിയിട്ട് പറയുമ്പോൾ പിന്നെ എന്താവും? കാലം കൊണ്ട് പറ്റുക ഇല്ല. ആണ് നിർത്തുകയാണ്, ഇരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്. ഒരാളെ എന്നോട് പറഞ്ഞത് വെള്ളം കുടി പോലും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും. ആ വെള്ളം കൊടുക്കുന്നത് അപ്പൊ ഈ വലത്തേക്ക് കൊണ്ട് തിരിക്കും, ഇടത്തേക്ക് കൊണ്ട് കുപ്പിയിൽ നിന്ന് കിട്ടും. നിന്നെടുക്കുന്ന കുടിച്ചിട്ടാണ് ഈ പാവങ്ങൾ പണിയെടുക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? ചെറുപ്പക്കാരനൊന്നും അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ കഠിനമായ ജോലി ചെയ്താൽ കിട്ടുന്നത് എന്താ? 100 രൂപ 125 രൂപ അല്ലേ? അങ്ങനെ കിട്ടുന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു സുമിത്ര, CATU ഖാദി തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി കമലാക്ഷൻ, INTUC ഖാദി തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ, എം നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലെ എൻ നാരായണൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റഗഡുവായി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സർവീസ് പെൻഷൻകാർക്ക് സർക്കാർ അംഗീകരിച്ച സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റഗഡുവായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും അതുപോലെ തന്നെ 13 ഇതുപോലെയുള്ള ജില്ലാ കേന്ദ്രങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് U ശേഖരൻ നായർ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി V കൃഷ്ണൻ, T കരുണാകരൻ, പാലേരി പത്മനാഭൻ, PT ബാലകൃഷ്ണൻ, P ബാലകൃഷ്ണൻ, A രാധാകൃഷ്ണൻ നായർ, ET സെബാസ്റ്റ്യൻ, ബാലചന്ദ്രൻ ഗുരുക്കൾ, PC സുരേന്ദ്രൻ നായർ, KP സുധർമ്മ, KV കുഞ്ഞികൃഷ്ണൻ, C രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ മയിച്ച റെയിൽവേ ലൈനിന് കുറുകെ അടിപ്പാത വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ ഇനി അധികം കാത്തു നിൽക്കേണ്ടി വരില്ല. എല്ലാ നടപടികളും പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. P കരുണാകരൻ MPയുടെ ശ്രമകരമായ ഇടപെടലാണ് സബ്വേ അനുവദിക്കാനും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനും വഴിയൊരുക്കിയത്. മുൻ MLA K കുഞ്ഞിരാമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണത്തിനാവശ്യമായ തുകയും ചെറുവത്തൂർ പഞ്ചായത്ത് സെന്റേജ് ചാർജും നൽകിയിരുന്നു. സബ്വേയുടെ അനുബന്ധ റോഡ് കടന്നുപോകുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രദേശവാസികളുടെ അകമഴിഞ്ഞ സഹായവും പ്രവർത്തിക്ക് ലഭിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് സുഖമായി കടന്നുപോകാനുള്ള രീതിയിലാണ് സബ്വേ നിർമ്മിക്കുക. ഇതിനാവശ്യമായ സ്ലാബുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്ലാബുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും. 6 മാസത്തിനുള്ളിൽ സബ്വേ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഈ സബ്വേ യാഥാർത്ഥ്യമായാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ തുരുത്തി, കാരിയിൽ, മീൻകടവ്, മയിച്ച, പടിഞ്ഞാറ്, കുറ്റുവയൽ, കുണ്ടുപടന്ന, കിഴക്കേമുറി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതി കൂടിയാണ് ഇത്. കാർഷിക മേഖലയിൽ പുത്തർ ഉണർവേകി കാർഷിക സേവന കേന്ദ്രം. നാടൻ നടീൽ വസ്തുക്കൾ കർഷകരിലെത്തിച്ച് മഴമറ നഴ്സറിയും. പുല്ലൂർ പെരിയ കാർഷിക സേവന കേന്ദ്രത്തിൽ നടക്കുന്നത് പുതിയ കാർഷിക വിപ്ലവം.
കാർഷിക മേഖലയിലെ നഷ്ടക്കണക്കുകളെല്ലാം ഇനി പഴങ്കഥയാവും. കർഷകർക്ക് ആത്മവിശ്വാസവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് കൃഷിവകുപ്പ് ഒരുക്കുന്ന കാർഷിക സേവന കേന്ദ്രങ്ങൾ ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ജില്ലയിലെ 3 കാർഷിക സേവന കേന്ദ്രങ്ങളിലൊന്നായ പെരിയയിലെ കാർഷിക സേവന കേന്ദ്രത്തിന് 1 വർഷക്കാലം കൊണ്ട് 40 ലക്ഷത്തിന്റെ പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. മെച്ചപ്പെട്ട ഇടപെടൽ കൊണ്ട് വിശ്വാസ്യത നേടിയ കാർഷിക സേവന കേന്ദ്രത്തെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ കർഷകർ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നടിയിൽ മുതൽ കൊയ്ത്തുവരെയുള്ള ജോലികൾ ചെയ്തു കൊടുക്കുന്നതാണ് കർഷകരെ ഈ കാർഷിക സേവന കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക സേവന കേന്ദ്രത്തിൽ നടിയിൽ യന്ത്രം, കളനീക്കുന്ന യന്ത്രം, കൊയ്ത്ത്, നിലമൊരുക്കൽ യന്ത്രങ്ങൾ തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട മുഴുവൻ യന്ത്രങ്ങളും ലഭ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും പ്രാദേശിക തലത്തിലും രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളാണ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. കൃഷിയിടങ്ങളിൽ മെച്ചപ്പെട്ട നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനായി നഴ്സറിയും ഒരുക്കിയിട്ടുണ്ട്. പെരിയ കൃഷിഭവനോട് ചേർന്നാണ് മഴമറ നഴ്സറി പ്രവർത്തിക്കുന്നത്. മല്ലിയില മുതൽ തക്കാളി വരെയുള്ള പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും തൈകളും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. 2016 ഒക്ടോബറിൽ ആരംഭിച്ച നഴ്സറിയിൽ ഇതിനകം 4 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടാക്കിക്കഴിഞ്ഞു. അടുത്ത സീസണിൽ 100 ഏക്കർ സ്ഥലത്ത് നേരിട്ട് നെൽകൃഷി ഇറക്കാനുള്ള പദ്ധതിയാണ് കാർഷിക സേവന കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇടവിള കൃഷി ഒരുക്കാനായി പാലക്കാട്ട് നിന്ന് മെച്ചപ്പെട്ട ഇനം വാഴക്കന്നുകളും എത്തിച്ചിട്ടുണ്ട്. കാർഷിക സേവന കേന്ദ്രത്തിന് തുണയായി 20 അംഗ കാർഷിക സേനയും സജീവമാണ്. നടീൽ വസ്തുക്കളും ഉപകരണങ്ങളും തൊഴിലാളികളുമെല്ലാം സന്നദ്ധരായി നിൽക്കുമ്പോൾ കൃഷിയിടങ്ങളിൽ ഇനി കാർഷിക വിപ്ലവത്തിന്റെ പുതിയ കാറ്റുവീശുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാമറമാൻ വിമൽകുമാർ കാട്ടിപ്പോലിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചില ഉദ്യോഗസ്ഥർ മാസവേതനം ലക്ഷ്യം വെച്ച് കൈക്കൊണ്ട നടപടികളാണ് മണൽവാരൽ നിരോധനത്തിന് പിന്നിലെന്ന് STU ദേശീയ സെക്രട്ടറി A. അബ്ദുറഹിമാൻ. പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി BJP. പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. സംസ്ഥാനത്ത് വിലക്കയറ്റം യാഥാർത്ഥ്യമാണെന്ന് CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ LDF ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കുരുക്കഴിയാതെ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് BJP പ്രവർത്തകർ വീണ്ടും ഉപരോധിച്ചു. ഗോവൻ നിർമ്മിത മദ്യവുമായി തളങ്കര സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് 500 കുപ്പികളിലായി സൂക്ഷിച്ച 85 ലിറ്റർ ഗോവൻ മദ്യം. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വിവിധ മഹായാഗങ്ങൾക്ക് ഫെബ്രുവരി 26 മുതൽ തുടക്കമാകും. ഫെബ്രുവരി 28 വരെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.